ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൃഷ്ടാന്തങ്ങൾ എന്ന പരമ്പരയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രതീകങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി നാം ഈ ലോകത്തിൽ നാം ജീവിക്കുന്നുണ്ടോ? നാം എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്? അനേക ദൈവദാസന്മാരും പാസ്റ്റർമാരും ഉപദേശകരും സ്നേഹത്തിൻ്റെ അടയാളമായി, നന്മയുടെ പ്രതീകമായി നാം മാറണം. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടി നമ്മൾ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി മാറണം എന്ന് അനേകർ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കൽ ഒരു കഥ ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി. ഒരിക്കൽ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മകൻ താൻ ഒരു വലിയൊരു കുറ്റകൃത്യം ചെയ്തു. അവൻ തനിക്ക് പണം ആവശ്യമായതുകൊണ്ട് ഒരു പ്രായം ചെന്ന സ്ത്രീ വസിക്കുന്ന ഒരു ഭവനത്തിൽ കയറി ചെന്ന് ആ വീട്ടിൽ അവർ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന പണം തട്ടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോകുവാനായിട്ട് അവൻ താല്പര്യപ്പെട്ടു. രാത്രിയിൽ അതിന് അനുസൃതമായ തക്ക സമയം നോക്കി അവൻ ആ വീട്ടിൽ പ്രവേശിച്ച് അവിടെ അവരുടെ അലമാര തുറന്ന് പണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുവാനാണ് അവൻ പ്ലാൻ ചെയ്തത്. എന്നാൽ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആയിരുന്ന ആ സ്ത്രീ ഇവനെ എതിർക്കുകയും ഇവൻ വന്നതറിഞ്ഞ് അവനോട് മൽപ്പിടുത്തം നടത്തുന്നതായിട്ടും കാണുന്നു. അവസാനമായി അവൻ പണം എടുക്കുവാനായിട്ട് അവന് വേറെ ഒരു മാർഗവുമില്ലാത്തത് കൊണ്ട് ആ പ്രായം ചെന്ന ആ മാതാവിനെ അവൻ കൊന്ന് അവിടെ നിന്നുള്ള പണവും എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് ആ സ്ഥലം വിടുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവൻ പിടിക്കപ്പെട്ടു. അവൻ്റെ മാതാവ് വന്ന് അവനോട് ചോദിച്ചു, മകനെ, നീ ഈ ഹീനകൃത്യം നീ ചെയ്തുവോ? നീ ആ അമ്മയെ നീ കൊന്നുവോ എന്ന് ചോദിച്ചതിന് ഞാൻ കൊന്നിട്ടില്ല എന്ന് ആ മാതാവിനോട് അവൻ പറയുകയുണ്ടായി. എന്നാൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ അമ്മയോട് അവൻ സത്യം പറയാതെ വീണ്ടും വീണ്ടും അവൻ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. കോടതിയിൽ അവനെ ഹാജരാക്കി കേസ് വിസ്താരം ചെയ്ത് അവൻ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ കണ്ടുപിടിച്ച് അവന് മരണശിക്ഷ തന്നെ വിധിക്കുകയുണ്ടായി. അവൻ്റെ കൂടെ ഇരുന്ന ആ പോലീസുകാരനോട്, ആ ജയിലിലായ ആ വ്യക്തിയോട് ഇവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കൊരു സഹായം ചെയ്യണം. എൻ്റെ മാതാവിനോട് ചെന്ന് പറയണം ഞാനാണ് ആ അമ്മയെ കൊന്നത് എന്ന്. ഈ വിവരം വെളിയിൽ കാത്തിരിക്കുന്ന അമ്മയോട് ഈ വിവരം അറിയിച്ചു. എന്നാൽ ആ മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ ചെന്ന് പറയണമെന്ന് അവിടെ പറഞ്ഞയക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ അറിഞ്ഞോ അറിയാതെയോ അത് ഏതു തരത്തിലുള്ളതായ രീതിയിലുള്ള തെറ്റുകൾ നാം ചെയ്തുവെങ്കിലും കർത്താവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമായിട്ട് തന്നെ എപ്പോഴും കാണപ്പെടുന്നു. നമ്മൾ ഏതു തരത്തിലുള്ളതായ പാപകൃത്യം നമ്മൾ ചെയ്തിരുന്നുവെങ്കിലും നീ മാനസാന്തര അനുഭവത്തോടുകൂടി ദൈവത്തിൻ്റെ അരികിലേക്ക് നീ കടന്നു വരികയാണെങ്കിൽ പാപികളെ ക്ഷമിക്കുന്ന ദൈവമായിട്ട് തന്നെ കാണുന്നു. ആ ദൈവം നമ്മളെ സ്നേഹിക്കുവാനായിട്ട്, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്, വീണ്ടും പുനഃസ്ഥാപിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ വീണ്ടും അവിടെ ഉയർത്തുവാനായിട്ട് അവൻ എപ്പോഴും തയ്യാറാണ്. നമ്മളുടെ ഈ വിധത്തിലുള്ളതായ ആ ദൈവീയ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ പ്രതീകങ്ങൾ എന്നുള്ളതായ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം ഇവിടെ 1-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇവിടെ വായിക്കുമ്പോൾ, 1:16 വായിക്കുമ്പോൾ
നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ രൂത്തും തൻ്റെ അമ്മാവി അമ്മയുമായുള്ള ഒരു ബന്ധം, അന്യജാതിക്കാരായ ഈ മോവാബിയ സ്ത്രീ ഇവിടെ തൻ്റെ അമ്മാവി അമ്മയോട് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും വരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവവും ആയിരിക്കുമെന്ന് ഇവിടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി, സ്നേഹബന്ധത്തിൻ്റെ ഒരു വലിയൊരു അടയാളമായി ഇവിടെ രൂത്ത് തൻ്റെ അമ്മാവിയമ്മയോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മരുമക്കൾ അമ്മാവിയമ്മയോട് പറയാറുണ്ടോ? നിന്റെ ജനം എൻ്റെ ജനമെന്നും നിന്റെ ദൈവം എൻ്റെ ദൈവമെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? രൂത്തിൻ്റെ ആ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും എന്നൊന്നും നിലനിൽക്കുമെന്നതിൽ സംശയമില്ല. നമ്മൾ തിന്മയുടെ അടയാളങ്ങളായിട്ടല്ല, എന്നാൽ നന്മയുടെ പ്രതീകങ്ങളായിട്ട്, നന്മയുടെ അടയാളങ്ങളായിട്ടാണ് നാം ജീവിക്കേണ്ടത്. സ്നേഹബന്ധങ്ങളുടെ അടയാളങ്ങളായി, മാതൃകയായി നമ്മൾ നിലനിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. 2:11 ഇപ്രകാരം പറയുന്നു, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രൂത്തിനോട് ഇവിടെ താൻ ചെയ്തതായ കാര്യം എന്താണ് എന്ന് ബോവാസ് എന്ന വീണ്ടെടുപ്പുകാരൻ പറയുകയാണ്. നിന്റെ അമ്മയെയും അപ്പനെയും നിന്റെ ദേശക്കാരെയും നിന്റെ എല്ലാ സ്നേഹബന്ധങ്ങളെയും വിട്ടുവിട്ട് നിന്റെ അമ്മാവിയമ്മയോട് നീ എന്തു പറഞ്ഞു എന്നും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഒരു സ്നേഹത്തിൻ്റെ ആ സ്നേഹബന്ധത്തിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ വിവരണം അവിടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? രൂത്തിനെ പോലെ മാതൃകയുള്ളവരായി, നാം ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണത്തക്ക രീതിയിൽ നാം ജീവിക്കണം എന്നാണ് പറയുന്നത്. സമൂഹത്തിലും കുടുംബങ്ങളിലും ഇന്ന് പ്രശ്നങ്ങളില്ലാതെ ഇന്ന് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന അന്തരീക്ഷം ഉളവാകണമെങ്കിൽ ഈ രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ച് വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം ദൈവം നൽകട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നവരായിട്ടാണോ നാം ജീവിക്കുന്നത്? നാം ആ ദൈവീയമായ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണോ നാം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ രൂത്ത് തൻ്റെ എല്ലാ കാര്യങ്ങളെയും വിട്ടുവിട്ട് അവൾ അവിടെ കടന്നു വരുന്നതും ഒരു തനിക്ക് അറിയാത്ത ദേശത്തേക്ക് അവിടെ വരുന്നതും അവൾ ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് എവിടെ പോയാലും നമ്മളെന്താണ്, നമ്മുടെ വീട്ടിൽ വരണം. നമ്മളെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചാലേ നമുക്ക് സമാധാനമാകത്തുള്ളൂ. നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ ആ വീട്ടിലുള്ള കട്ടിലിൽ കിടന്നാലേ നമുക്ക് സമാധാനമുള്ളൂ.
നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് തൃപ്തി വരുള്ളൂ. എവിടെ ചെന്നാലും നമുക്ക് അങ്ങനെയുള്ള ചിന്തകളുണ്ട്. എന്നാൽ മറ്റുള്ളവരെയും മറ്റുള്ള സ്ഥലങ്ങളെയും ജനങ്ങളെ ഉൾക്കൊള്ളുന്നതായ അങ്ങനെയുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി നമ്മൾ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ നമ്മൾ കാണുന്നവരായി നാം ജീവിക്കണം. സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി തന്നെ നാം ആയിരിക്കണമെന്നാണ് ദൈവീയമായ ഉപദേശങ്ങളിൽ നമുക്ക് ശക്തമായിട്ട് നമുക്ക് ആഹ്വാനം നൽകുന്നത്. പ്രിയമുള്ളവരെ, തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത് എബ്രായർ 11-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 11:8 നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഈ വാക്യം പറയുന്നത്, അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ പുറപ്പെട്ട് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശം എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇവിടെ ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതായ നഗരത്തിനായി കാത്തിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ദാസിയായി ഒരു കുടുംബമായി ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ദൈവീയമായ ആ സ്നേഹബന്ധത്തിൻ്റെ പ്രതീകമായി മാറുവാനും, അങ്ങനെ ആ ദൈവത്തിൻ്റെ ആഹ്വാനപ്രകാരം ദൈവീയമായ ആ സ്നേഹത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും ആ സ്വർഗീയ ദേശത്തിന് വേണ്ടി ഒരു വലിയ പ്രത്യാശയോടുകൂടി ജീവിക്കുവാനായിട്ട് അബ്രഹാമിന് അവിടെ സാധിച്ചു എന്ന് നാം കാണുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ പിതാക്കന്മാർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞുവെന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഈ ലോകത്തെക്കാളിലും ലോകത്തിലുള്ളതായ വ്യക്തിബന്ധങ്ങളെക്കാളിലും ദൈവീയമായ ബന്ധത്തിന് നമ്മളെപ്പോഴും വില കൽപ്പിക്കുന്നവരായി തന്നെ ജീവിക്കണമെന്ന് ഈ വാക്യം ഇവിടെ നമുക്ക് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ 24-ഉം 25-ഉം വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തുടർന്ന് കാണുന്നത് എന്തെന്ന് പറഞ്ഞാൽ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതിന് അവൻ തിരഞ്ഞെടുത്തു എന്നിവിടെ പറയുന്നു. അപ്പോൾ അവിടെ നാം കാണുമ്പോൾ തൻ്റേതായ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ ദേശത്തിലെ നന്മ അനുഭവിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നതിനേക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഏറെ നല്ലത് എന്ന് ആ മോശ അവിടെ മിസ്രൈമിൽ വസിക്കുന്ന സമയത്ത് തൻ്റെ ദൈവജനത്തോടു കൂടെ തന്നെ ആയിരിക്കണമെന്ന് അവിടെ ആഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലരും ചെയ്യാത്തൊരു കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല സുഖസൗകര്യങ്ങളോട് ജീവിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ നമ്മളത് പാഴാക്കാതെ അതിൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോലും വരാതെ നമ്മൾ അവിടെ തന്നെ കഴിയുവാനായിട്ട് നമ്മൾ നോക്കും. എന്നാൽ മോശ തൻ്റെ ജനത്തോടുകൂടി കഷ്ടം സഹിക്കുവാനായിട്ട് അവൻ തയ്യാറായി. അതവൻ തിരഞ്ഞെടുത്തായി നമുക്ക് കാണുന്നു. 25-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ആ ഫറോന്റെ പുത്രിയെ വിവാഹം ചെയ്ത് അല്ലെങ്കിൽ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും അവിടെ അതിനേക്കാളും ആ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന അത് ചുമക്കുന്നത് അത് ഏറെ നല്ലത് എന്ന് ഇവിടെ മോശ അവിടെ തിരഞ്ഞെടുത്തതായിട്ട് ഇവിടെ കാണുന്നു. നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. എത്ര പേർക്ക് ഇപ്രകാരമായുള്ളൊരു മനോഭാവം കാണും? ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതെ, ലഭിക്കുന്നതായ സമ്പത്തുകൾ കൈവശമാക്കിക്കൊണ്ട്
താൽക്കാലികമാണെങ്കിലും അതെല്ലാം പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് അനേകർ ഈ ലോകത്തിൽ ചിന്തിക്കുന്നത്. എന്നാൽ മോശയുടെ ജീവിതത്തിൽ തനിക്ക് എന്താണ് ദൈവികമായ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുന്നത് എനിക്ക് ഏറെ നല്ലത് എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ ആ കഷ്ടം അനുഭവിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെ തുടർന്ന് നമ്മളെ വേദവാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്തെന്ന് പറഞ്ഞാൽ, സങ്കീർത്തനങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് സങ്കീർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനം 36 അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്. 36:7 നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 7-ാമത്തെ വാക്യം പറയുന്നു, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവമേ നിന്റെ ദയ അത് എത്ര വലുതാണ്, അത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെയായ ഒരു മഹിമ എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെയായ ആ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നവരായി, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി, അവൻ്റെ സ്നേഹം ഏറ്റവും വലിയ മഹത്വകരമായ ഒന്നാണെന്ന് അതിന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 58 11-ാമത്തെ വാക്യം നമ്മൾ നോക്കാം. സങ്കീർത്തനങ്ങൾ 58 11-ാമത്തെ വാക്യം എന്ത് പറയുന്നു? ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. നീതിമാനായി ജീവിക്കുകയാണെങ്കിൽ നിനക്ക് പ്രതിഫലം കണിശമായും നിനക്ക് ലഭിക്കുമെന്ന് ഇവിടെ തിരുവചനം ഇവിടെ പറയുന്നു. നീതിമാന് പ്രതിഫലം ലഭിക്കും നിശ്ചയം എന്നാണ് ഇവിടെ പറയുന്നത്. കണിശമായിട്ടും നിനക്ക് പ്രതിഫലം ദൈവം തരും നിന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം. നീ ദൈവീയമായ സ്നേഹത്തിൻ്റെ പ്രതീകമായി നീ മാറുകയാണെങ്കിൽ നിനക്ക് പ്രതിഫലം ദൈവം തരുമെന്നതിൽ സംശയമില്ല. സങ്കീർത്തനങ്ങൾ 18 20-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്നു, യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. യഹോവ എനിക്ക് എൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം എനിക്ക് എന്താണ്, ദൈവം എനിക്ക് പ്രതിഫലം തന്നിരിക്കുന്നു. ഇവിടെ ആ വാക്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നാണ്, ദൈവം ഞാൻ ചെയ്തതായി പ്രവൃത്തിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം തന്നിരിക്കുന്നു. എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? ഞാൻ ദൈവത്തിന് വിശ്വസ്തനായിരുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ സത്യസന്ധനായിരുന്നു, ദൈവത്തിൻ്റെ ഇംഗിതപ്രകാരം ഞാൻ ജീവിച്ചു, ദൈവം ഇതാ എനിക്ക് അവൻ പ്രതിഫലം നൽകിയിരിക്കുന്നു എന്ന് എത്ര പേര് നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ, ആ ജീവിത അനുഭവത്തിൽ അവൻ ചെയ്തതായ കാര്യങ്ങളിൽ ദൈവത്തിന് ഞാൻ വിശ്വസ്തനായി നിലനിന്നത് കൊണ്ട് ദൈവം എനിക്കിതാ ഈ വലിയൊരു പ്രതിഫലം എനിക്ക് തന്നിരിക്കുന്നു എന്ന് ഇവിടെ സങ്കീർത്തനങ്ങൾ 18:20 ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തോണം എനിക്ക് പകരം തന്നു എന്നാണ് പറയുന്നത്. എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം ദൈവം ഇതാ എനിക്ക് പകരം നൽകിയിരിക്കുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോബിൻ്റെ പുസ്തകം നമുക്ക് പരിശോധിക്കാം. 33:26 പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 33:26 വാക്യം പറയുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവനിൽ പ്രസാദിക്കും, തിരുമുഖത്തെ അവന് സന്തോഷത്തോടെ കാണും, അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും എന്നാണ് പറയുന്നത്. അവൻ മനുഷ്യന് എന്താണ്, നീതിയെ പകരം കൊടുക്കുന്നതായ അനുഭവമാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കും. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവനിൽ പ്രസാദിക്കുമെന്നാണ് പറയുന്നത്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നതായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് തക്കവണ്ണം ദൈവം നിനക്ക് അതിന് മറുപടി നൽകിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നാം കാണുന്നത് എന്താണ്? ഇയ്യോബിൻ്റെ ജീവിത അനുഭവത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം അവൻ സന്തോഷത്തോടെ കാണുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നീ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി, അടയാളങ്ങളായി ഈ ലോകത്തിൽ നീ മാറണമെങ്കിൽ ആ ദൈവീയമായ സ്നേഹം നിന്നിൽ, ആ ഹൃദയങ്ങളിൽ നിലനിൽക്കണം. അതിന് പര്യായ പദമായി നീ ജീവിക്കണം. ഇവിടെ അതിന് വിവരിക്കുന്ന ഒരു വ്യാഖ്യാനം നൽകുന്ന ഒരു ജീവിതം നീ നയിക്കണമെന്നാണ് ഇവിടെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നത്. അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ
നീതിയെ പകരം കൊടുക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കുന്ന അനുഭവം ഇവിടെ നാം കാണുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ പ്രതീകങ്ങളായി, ദൈവത്തിൻ്റെ അടയാളങ്ങളായി, സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി, നന്മയുടെ അടയാളങ്ങളായി നാം നമ്മുടെ ജീവിത തലങ്ങളിൽ മറ്റുള്ളവർക്ക് എപ്പോഴും പ്രിയപ്പെട്ടവരായി, നാം എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാഗ്ദാനം ചെയ്യുന്ന മക്കളായി, വാഗ്മികളായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം രൂത്തിനെ പോലെ നിന്റെ ജനം എൻ്റെ ജനമെന്നും നിന്റെ ദൈവം എൻ്റെ ദൈവമെന്നും, അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അവിടെ രൂത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കുമെന്ന് അവൾ പറയുവാനായിട്ടുള്ള ഒരു പക്വത, ഒരു പരിജ്ഞാനം അവിടെ രൂത്തിന് ഉണ്ടായിരുന്നത് പോലെ തന്നെ നിന്നെ ഒരിക്കലും ഞാൻ വിട്ടു പോവുകയില്ല, നിന്നോടുകൂടി ആയിരിക്കുമെന്ന് രൂത്ത് പറഞ്ഞതുപോലെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവമേ, ഞാൻ എവിടെ ആയിരുന്നാലും ദൈവമേ, നിൻ്റെ ആ കാൽ കീഴിൽ ശരണം പ്രാപിപ്പാനായിട്ട്, നിൻ്റെ തൃപ്പാദങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട്, നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പിന്മാറാതെ ദൈവമേ നിന്നിൽ എപ്പോഴും നിലനിൽക്കുവാനായിട്ട് ദൈവമേ എനിക്ക് അങ്ങനെയുള്ള അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നീ പകരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെയായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി, അടയാളങ്ങളായി നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ അവസാന നിമിഷം വരെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മയുടെ ഒരു അടയാളമായി, നന്മയുടെ ഒരു പ്രതീകമായി, സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി ഞാൻ മറ്റുള്ളവർക്ക് എപ്പോഴും പ്രയോജനകരമായ രീതിയിൽ, മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം പകരുന്ന വ്യക്തികളായി ഞാൻ ജീവിക്കുമെന്ന് അങ്ങനെയുള്ളൊരു തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഞാൻ ജീവിക്കും. ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള ഒരു സമർപ്പണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. രൂത്തിനെ പോലെ നമ്മൾ എപ്പോഴും ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ പ്രതീകങ്ങളായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ കർത്താവേ, ഈ ലോക ജീവിതത്തിൽ കർത്താവേ നന്മയുടെ അടയാളമായി, സ്നേഹത്തിൻ്റെ അടയാളമായി ദൈവമേ എപ്പോഴും അങ്ങയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തെ കർത്താവെ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങോട്ടൊന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ അയച്ചുകൊള്ളുന്നു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ. ആമേൻ.